ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു രേവതിക്കുട്ടിയുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മളെ ഗ്രേസാമ്മയുടെ അടുത്താണല്ലോ ഫോൺ. ഗ്രേസാമ്മയുടെ ഫോണാണെന്ന് മനുവിന് അറിയില്ല. അപ്പോൾ ഗ്രേസാമ്മ ഉറക്കത്തിലായിരിക്കും, ആരാണ് ഈ നേരത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുകയാണ്. മനുശങ്കറോ എന്നിങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്. അങ്ങനെ ഹലോ എന്ന് പറയുമ്പോഴേക്കും മനു അപ്പുറത്ത് ഹലോ രേവതിക്കുട്ടി എന്ന് പറയട്ടോ. അയ്യോ രേവതിക്കുട്ടിയല്ല, ഗ്രേസമ്മയാണ്. മനു അല്ലേ എന്ന് നോക്കിട്ടോ. അതെ അതെ, രേവതിക്കുട്ടിയുടെ അല്ല ഫോൺ, രേവതിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയട്ടോ. അയ്യോ സോറി ആൻറ്റി, ഞാൻ രേവതിക്കുട്ടിയാണെന്ന് കരുതിയിട്ടാണ് വിളിച്ചത് എന്ന് പറയട്ടോ. അയ്യോ അതൊന്നും സാരമില്ല, സോറി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. അല്ല എന്താ എന്താ വിളിച്ചത് ചോദിക്കട്ടോ. രേവതിക്കുട്ടിയുടെ ഫോൺ കൊടുക്കണോ? അവളിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും എന്ന് പറയണേ. വേണ്ട, ഞാൻ അലീനയുടെ കാര്യത്തെപ്പറ്റി ചോദിക്കാനായിട്ട് വിളിച്ചത്. അലീനയുടെ എന്ത് കാര്യം എന്ന് ചോദിക്കാണ് കേട്ടോ. അത് അല്ല, അലീന എറണാകുളത്തോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ കടപ്പാട്ടൂർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് രേവതിക്കുട്ടിനെ വിളിച്ചതാ. അലീന വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അലീന വരുന്നില്ല എന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് അവളെ വിളിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വന്നില്ല. എന്താണെന്ന് ചോദിക്കുക. ഇല്ലില്ല, അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ എന്തായി? ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒത്തിരി പറയാനുണ്ട് ആൻറ്റി. എന്തായാലും നാളെ വിളിക്കാം, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായില്ലേ, ആൻറ്റി ഉറങ്ങിക്കോ എന്ന് പറയുകയാണേ. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം മനു വീണ്ടും ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും സ്വിച്ച് ഓഫ് തന്നെയാണ് പറയുന്നത്. ഫോണൊന്ന് വലിച്ചെറിയാണ്. ഇനിയിപ്പോൾ ആരെ വിളിച്ച് വിവരം അറിയുന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് മനു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന ഇങ്ങനെ തൻ്റെ ബാഗ് എടുത്തിട്ട് അതിൽ നിന്നൊരു ബെഡ്ഷീറ്റൊക്കെ എടുക്കുകയാണേ. അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് വന്നിട്ട് അച്ഛാ, എനിക്ക് അച്ഛൻ്റെ മൊബൈൽ ഒന്ന് തരുമോ എന്ന് ചോദിക്കും. മൊബൈൽ സ്വിച്ച് ഓഫാ, അതിന് ഞാനത് ഓണാക്കിക്കോളാം. വേണ്ട, അതൊന്നും ഓണാക്കണ്ട, അത് സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. വീട്ടിലേക്ക് വിളിച്ച് വിവരം പറയണ്ടേ? എന്ത് വിവരം? നമ്മൾ എവിടെയാണെന്ന്? നീ ഇപ്പോൾ ആരെ കൂടിയാ? അച്ഛൻ്റെ കൂടെ ആണല്ലോ, അയൽവക്കക്കാരുടെ കൂടെ ഒന്നുമല്ലല്ലോ. അത് മതി, അത്രയും വിവരം അറിഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ കൃഷ്ണമോൾ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. പോയി വന്ന് ഇങ്ങനെ ബെഡിൽ കിടക്കും. ആ സമയത്താണ് അലീന സോഫയിൽ ഒരു ബെഡ്ഷീറ്റ് വിരിക്കുന്നത് കാണുമ്പോൾ, അലീന നീ എന്ത് ചെയ്യാൻ പോകാം? ഞാൻ ഇവിടെ കിടക്കാനായിട്ട്. ഇവിടെയോ? നീ ദേ അത് മൂന്നാൾക്ക് കിടക്കാൻ പറ്റുന്ന ബെഡാ. അല്ല, അവിടെ കൃഷ്ണമോളും സാറും കിടന്ന എന്ന് പറയാം കേട്ടോ. നീ എൻ്റെ മോള് പോലെ തന്നെയാണ്. എനിക്ക് കൃഷ്ണയും നീയും തമ്മിൽ എന്താ വ്യത്യാസം? ആദ്യം എനിക്ക് ജനിക്കേണ്ട മോളല്ലേ നീ എന്ന് ചോദിക്കാൻ കേട്ടോ അലീനോട്. അപ്പോൾ പെട്ടെന്ന് അലീന പൊട്ടിക്കറിയാണ് കേട്ടോ. ചെല്ല്, കൃഷ്ണമോളുടെ അടുത്ത് ചെന്ന് കിടക്ക്, ആ സൈഡിൽ കിടന്നോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീന ആ ബെഡ്ഷീറ്റ് മാറ്റി വെച്ചിട്ട് കൃഷ്ണമോളുടെ അടുത്തേക്ക് വരികയാണ്. കൃഷ്ണമോൾ സ്ഥലമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ അലീനോട്. അങ്ങനെ നമ്മുടെ അലീന അവിടെ കിടക്കുകയാണ്. ഇതേ സമയം വൈജയന്തി ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അവസാനം വൈജയന്തി മുകളിലെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ഒക്കെ അരിച്ച് പിറക്കുന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നുള്ള ബാലേന്ദ്രൻ്റെ സ്വഭാവം മാറിയത്. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയണില്ല. ഇതേ സമയം ഒരുപാട് രാത്രിയാകുമ്പോൾ ബാലേന്ദ്രൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കൃഷ്ണമോള് അവിടെ ജനലിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കും, മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കും. എനിക്ക് ഉറക്കം വരുന്നില്ല അച്ഛാ. എന്ത് പറ്റി? എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. വിഷമോ? എന്തിന്? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട്. എനിക്ക് എവിടെയെങ്കിലും പോയിരുന്നൊന്ന് പൊട്ടിക്കറിയണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ഭയങ്കര സങ്കടമാവാണ് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷ്ണമോളെയും കൊണ്ട് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഇരുത്താണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ കൃഷ്ണമോളുടെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ തലോടിയിട്ട് പറയാണ്, മോൾക്ക് എന്താ വിഷമം? എന്ത് വിഷമമുണ്ടെങ്കിൽ അച്ഛനോട് പറയും. ചെല്ലി മോള് പറയും, എന്താ മോൾക്ക് വിഷമം? അപ്പോൾ അത് പിന്നെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം, അത് തന്നെയാണ് എൻ്റെ വിഷമം എന്ന് പറയാൻ കേട്ടോ. അച്ഛനെന്താ ഇങ്ങനെ? എൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല ആയിരുന്നല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, അച്ഛൻ മാറിയല്ലേ എന്ന് ചോദിക്കും. അതെ, അച്ഛൻ മാറി എന്ന് പറയും. അപ്പോൾ അച്ഛൻ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നാണോ? അച്ഛൻ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തായാലും അച്ഛനൊരു ദിവസം പെട്ടെന്നൊരു സ്വഭാവത്തിന് മാറ്റമുണ്ടായി. അച്ഛൻ ആരോടും പറയാതെ 2 ദിവസം എവിടേക്കോ പോയി, ഒരുപാട് കള്ള് കുടിച്ച് വന്ന് വയ്യാതായി, ഹൃദയം തകർന്നു. അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളായി. പിന്നെ മാത്രമല്ല ഹോസ്പിറ്റലായി അച്ഛൻ. അച്ഛന് ഭയങ്കര ദേഷ്യമായി. അച്ഛൻ്റെ കാര്യങ്ങൾ അലീന ചേച്ചി മാത്രം നോക്കിയാൽ മതിയെന്ന് അച്ഛൻ വാശി പിടിച്ചു എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ ചെയ്തതൊക്കെ തെറ്റും അമ്മ ചെയ്തതൊക്കെ ശരിയും ആണെന്നാണോ പറയുന്നത്? അമ്മ ഓൾറെഡി ഇങ്ങനെ തന്നെയായിരുന്നു,
പക്ഷേ അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നു, എൻ്റെ അച്ഛൻ ഇങ്ങനെയല്ലായിരുന്നു, എനിക്ക് എൻ്റെ അച്ഛൻ എങ്ങനെയായിരുന്നു അതുപോലെ മതി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ സങ്കടത്തോടു കൂടിയിട്ട് കൃഷ്ണമോളോട് പറയുകയാണ്, അത് മോളോട് അമ്മയല്ല അച്ഛനൊരു കഥ പറയട്ടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ആകെ വല്ലാതാവേണ്ട, കഥയോ ഈ സമയത്ത്? അല്ല, അലീന ചേച്ചിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചതല്ലേ അച്ഛാ. അച്ഛൻ വീണ്ടും അലീന ചേച്ചിനെ കൂടെ കൊണ്ടുവന്നു, ഇപ്പം ഇവിടേക്ക് വന്നു. ഇനി എന്ത് ചെയ്യാനാ? ഇനി എന്താ പരിപാടി അച്ഛൻ്റെ? ഇനി വീട്ടിലേക്ക് തന്നെ അലീന ചേച്ചിനെ കൊണ്ടുപോകാനാണോ? വീണ്ടും പ്രശ്നങ്ങളാവില്ലേ അലീന ചേച്ചിയും അമ്മയും തമ്മിൽ? അപ്പോൾ അലീന ചേച്ചി അമ്മയും തമ്മിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളായി മാറും അച്ഛാ എന്ന് പറയാണ് കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയാണ്, മോളെ ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ മോൾക്ക് എന്ന് പറയാൻ കേട്ടോ. അച്ഛൻ പറയാ അച്ഛാ, ഞാൻ കേൾക്കാം എന്ന് പറയുകയാണേ. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. 10-12 വർഷം പ്രണയിച്ചു. അത് കഴിഞ്ഞ് അവളെ കല്യാണവും കഴിച്ചു, പിള്ളേരുമായി. അതിന് ശേഷമാണ് അയാൾ അറിയുന്നത് അവൾക്ക് മുമ്പ് വേറൊരാളുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നെന്നും അയാളെ കൂടെ അവൾ ജീവിച്ചിരുന്നു, അവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു ഉള്ള കാര്യം. അത് ചതിയല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ്. അതെ, അത് ചതിയാണ് അച്ഛാ എന്ന് പറയും കേട്ടോ. അവളോട് അവളുടെ വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് അയാളെ ചതിച്ചതല്ലേ മോളെ എന്ന് ചോദിക്കും. അതെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും കേട്ടോ. അന്നേരം ബാലേന്ദ്രൻ പറയും, മോളെ നീ പറയ്, അയാൾ ചതിക്കപ്പെട്ടില്ലേ? അപ്പോൾ കൃഷ്ണമോൾ പറയും, അതെ ചതിക്കപ്പെട്ടു, അയാൾ ചതിക്കപ്പെട്ടു. അതെ, ആ ചതിക്കപ്പെട്ട ആളാണ് മോളെ നിൻ്റെ അച്ഛൻ എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് കൃഷ്ണ ചാടി എഴുന്നേക്കാണേ. അച്ഛാ ഇല്ല ഇല്ല അച്ഛാ, ഇല്ല, ഒരിക്കലും ഇല്ല അച്ഛാ എന്ന് പറയും കേട്ടോ. അതെ മോളെ, അത് സത്യമാണ്. ഇല്ല, അച്ഛനിത് എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും കേട്ടോ. അറിഞ്ഞത് എങ്ങനെയായാലും അറിഞ്ഞത് സത്യം തന്നെയാണ് മോളെ എന്ന് പറയും കേട്ടോ. ഇല്ല, അച്ഛനിത് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറയും. തെറ്റിദ്ധരിപ്പിച്ചതൊന്നുമല്ല മോളെ, അച്ഛൻ ഇത് അറിഞ്ഞ ഉടനെ തന്നെ പോയത് ഗംഗേട്ടൻ്റെ അടുത്തേക്കാണ്. ഗംഗേട്ടൻ്റെ അടുത്ത് ചെന്നു, ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. വൈജ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്ന് ഞാൻ ഗംഗേട്ടൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു. അപ്പോൾ ഗംഗേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു മോളെ എന്ന് പറയും കേട്ടോ. കേൾക്കണോട് കൂടിയിട്ട് കൃഷ്ണമോൾ ആകെ ഞെട്ടിത്തെരിക്കാണ് കേട്ടോ. തകർന്നു പോയി മോളെ എൻ്റെ നെഞ്ച്. അച്ഛൻ കള്ളു കുടിച്ചിട്ടല്ല അച്ഛൻ്റെ നെഞ്ച് തകർന്നത്, അച്ഛൻ്റെ ഹൃദയം തകർന്നത് ഈ ചതി അറിഞ്ഞിട്ടാണ് മോളെ എന്ന് പറയും കേട്ടോ. അത് കേട്ടോട് കൂടിയിട്ട് കൃഷ്ണമോള് ബാലേന്ദ്രൻ്റെ കയ്യിൽ പിടിക്കാറുണ്ട്. അച്ഛ എന്ന് പറയും കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ എന്ത് ചെയ്യണം മോളെ? ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണേ, ഞാനിത് നിൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ രഹസ്യം അറിഞ്ഞു എന്ന് നിൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിൻ്റെ അമ്മ എൻ്റെ കൂടെ ജീവിക്കൂല, ഒന്നുകിൽ സൂയിസൈഡ് ചെയ്യും അല്ലെങ്കിൽ ബന്ധം പിരിയും എന്ന് പറയാൻ കേട്ടോ. അച്ഛ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ വിളിക്കുകയാണ്. അതല്ല, ഇത് ഞാൻ നിൻ്റെ അമ്മയോട് തുറന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അവളെ കൂടെ ജീവിക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്കറിയില്ല മോളെ, ഇനി എന്താണ് അച്ഛൻ ചെയ്യേണ്ടത്? ഓരോ ദിവസവും ഓരോ നിമിഷവും അച്ഛനോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിനി എന്ത് ചെയ്യണമെന്ന്. ആത്മഹത്യ ചെയ്യണോ, അതോ കൊല്ലണോ, അതോ വേറെ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും അച്ഛൻ അറിയൂല മോളെ. അച്ഛൻ ആകെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. അച്ഛൻ അറിയൂല ഇനി എന്ത് ചെയ്യണമെന്ന്. അച്ഛൻ ഹൃദയം തകർന്ന ഒരാളാണ്. അച്ഛൻ ഹൃദയം തകർന്നിരിക്കുകയാണ് മോളെ. അപ്പോൾ ആരാണ് തെറ്റ് ചെയ്തത്? അച്ഛനോ അമ്മയോ അതോ മറ്റുള്ളവരോ? ഈ കാര്യം നിൻ്റെ മുത്തശ്ശിക്ക് അറിയാം, നിൻ്റെ അമ്മാവന്മാർക്ക്, അതായത് ഗംഗേട്ടന്, രാജീവേട്ടന്, ശിവേട്ടന് എല്ലാവർക്കും അറിയാം എന്ന് പറയുകയാണേ. എല്ലാവരും കൂടെ ചേർന്ന് അച്ഛനെ ചതിച്ചതാണ് മോളെ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പൊട്ടിക്കരയാണ്. ഞാനും ഒരു മനുഷ്യനല്ലേ മോളെ, എനിക്കും ഇല്ലേ മനസ്സ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരനോട് കൂടിയിട്ട് കൃഷ്ണമോൾ അങ്ങ് ആകെ തകർന്നു പോകുകയാണ് കേട്ടോ. നെഞ്ചത്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കൃഷ്ണമോള് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് കരയും കേട്ടോ. രണ്ടുപേരും കരയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, മോൾ ഇനി പറയും, അച്ഛൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇത് അച്ഛൻ ആരോട് പറയും, എങ്ങനെ പറയും? നീ പറയും, ഇനി അച്ഛൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അച്ഛാ അത് പിന്നെ അച്ഛൻ ഇനി അലീന ചേച്ചിനെ പറഞ്ഞയച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരൂലേ എന്ന് പറയുകയാണേ. അന്നേരം ബാലേന്ദ്രൻ പെട്ടെന്ന് കൃഷ്ണമോളോട് ചോദിക്കുകയാണ്, അലീന ആരാണെന്ന് വിചാരിച്ചിട്ടാണ് നീ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് അലീന ചേച്ചി ഹോം നേഴ്സ്. അവൾ ഹോം നേഴ്സല്ല, അന്ന് എല്ലാവരും കൂടിയിട്ട് അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞില്ലേ ഒരു കുഞ്ഞ്, നിൻ്റെ അമ്മ പ്രസവിച്ച കുഞ്ഞ്,
അവളാണ് വളർന്ന് വലുതായി നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലീന എന്ന് പറയുകയാണേ. അത് പറഞ്ഞോടുകൂടിയിട്ട് കൃഷ്ണമോളുടെ മനസ്സിലേക്ക് അലീനൻ്റെ മുഖം ഇങ്ങനെ വരികയാണ് കേട്ടോ. എന്താ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഇല്ലയെന്നിങ്ങനെ തലാട്ടാണേ. അപ്പോൾ പറയുന്നുണ്ട്, അതെ എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ, പക്ഷേ സത്യം അതാണ്. പക്ഷേ അവൾക്കറിയാം നീ ആരാണെന്നും വൈജയുടെ മകളാണ് അവളെന്നും അവൾക്കറിയാം, നിൻ്റെ ചേച്ചിയാണെന്നും അവൾക്കറിയാം, എല്ലാം അവൾക്കറിയാം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് തകർന്ന് കൊണ്ട് ബാലേന്ദ്രനെ വിളിക്കുകയാണ്. ഞാനിനി എന്ത് ചെയ്യണം മോളെ, ഞാനിനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ താഴ്ത്തിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. കൃഷ്ണമോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്ന പ്രമോ ആണ് കേട്ടോ. പ്രമോയിൽ ബാലേന്ദ്രൻ പറയാണ്, സർവ്വ അധികാരങ്ങളും നിനക്ക് ആ വീട്ടിലുണ്ടാവും, എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കുള്ള അതേ അധികാരവും അവകാശവും നിനക്ക് ആ വീട്ടിലുണ്ടാവും. അതായത് സർവ്വ അധികാരങ്ങളോടും കൂടിയിട്ട് അലീന ഇനി തിരിച്ച് ആ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്.